ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അരി ഉഴുന്നും ഒന്നും ചേർക്കാതെ ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം ആദ്യം. പൊടിച്ചെടുക്കുമ്പം വളരെ ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഡ്ഡലിയല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പം കുറച്ച് തരി ഉണ്ടായിക്കോട്ടെ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ തൈരൊക്കെ ശരിക്കും അബ്സോർബ് ആവും. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഇഡ്ഡലി റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം വെള്ളമൊക്കെ ശരിക്കും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ടയൊക്കെ ശരിക്കും ഒന്ന് ഉടച്ചെടുക്കുക. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊരു ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി കൊണ്ടുവരണം. ഇപ്പം ശരിക്കും ഇതിന് കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊരു തിക്ക് ബാറ്റർ അയക്കുന്നത്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരത്തിന് മൂടി വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് നോക്കാം. അപ്പം ഇതിൻ്റെ വെള്ളം എല്ലാം ഇത് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. ഇഡ്ഡലി ബാറ്റർ ആയതുകൊണ്ട് ഇത് വല്ലാണ്ട് തിക്കാവാനും പാടില്ല, വല്ലാണ്ട് ലൂസാവാനും പാടില്ല. ഇപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി ആയതുകൊണ്ട് നമുക്ക് സോഡ ചേർക്കേണ്ടി വരും. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഒരു ഇഡ്ഡലി തട്ടിൽ നമുക്ക് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി സ്റ്റീം ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് ഈ ഇഡ്ഡലിയിലേക്കുള്ള ചട്നി റെഡിയാക്കാം. അതിന് ഞാനൊരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തി കൊടുക്കാം. എന്നിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് വേണം ചട്നി അരച്ചെടുക്കാൻ. ഇപ്പം നമ്മൾ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ട് കൊടുക്കുക. വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിരിക്കുന്നു. അതിൽ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 ഡ്രൈഡ് റെഡ് ചില്ലീസ്, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട്. സമയമാകുമ്പോഴത്തേനും നമ്മൾ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം. ഇനി ഇത് നമുക്ക് തട്ടിൽ നിന്ന് മാറ്റാം. ഇതൊട്ടും തന്നെ അടിക്ക് പിടിക്കില്ല. അപ്പം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയ ഇഡ്ഡലിയാണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം.